മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് വേഗം തന്നെ ദൈവവചനത്തിലേക്ക് കടന്നു വരാം. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. പ്രലോഭകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? പിശാചിനെയാണ് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിശുദ്ധ ബൈബിളിൽ പിശാചിനെ വിളിക്കുന്ന പല പേരുകളുണ്ട്. അപ്പോൾ ആ പേരുകളിൽ എല്ലാം തന്നെ പിശാചിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരർത്ഥവും അതിനുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, സാത്താൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എതിർക്കുന്നവൻ എന്നാണ്. ഒപ്പോസർ, എനിമി എന്നൊക്കെയാണ് ശരിക്കും സാത്താൻ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം ദൈവത്തെ എതിർക്കുന്നവൻ, ദൈവമക്കളെ എതിർക്കുന്നവൻ, ദൈവിക ശുശ്രൂഷകരെ എതിർക്കുന്നവൻ, ദൈവിക ശുശ്രൂഷകളെ എതിർക്കുന്നവൻ. സാത്താൻ എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവൻ, എല്ലാത്തിനെയും ഒപ്പോസ് ചെയ്യുന്നവൻ. ഇനി ഡെവിൾ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പഴി പറയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്ലാൻഡറർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സാത്താന് വിശുദ്ധ ബൈബിൾ കൊടുക്കുന്ന പല പേരുകളിൽ സാത്താൻ്റെ സ്വഭാവത്തെ ആ പേരുകളിലൂടെ വെളിപ്പെടുത്തി കാണിക്കുകയാണ് ശരിക്കും. ഇനി നുണയൻ എന്ന് വിശുദ്ധ ബൈബിൾ സാത്താനെ വിളിക്കുന്നു. നുണയുടെ പിതാവ് എന്നും അവനെ വിളിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകല വ്യാജത്തിൻ്റെയും നുണയുടെയും അപ്പൻ, പിതാവ്, ഫാദർ, അതാരാണ് ശരിക്കും? സാത്താനാണ് ശരിക്കും. പിന്നെ അവന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈ ലോകത്തിൻ്റെ പ്രഭു, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്. സകല ലോകത്തിൻ്റെയും പ്രഭു എന്നല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ പ്രഭു, നമ്മൾ ഇന്ന് വസിക്കുന്ന ഈ ഭൂമിയുടെ വ്യവസ്ഥകളെ ഭരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് അവനെ വിളിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ അത് ഇപ്രകാരം പറയുന്നു. 1 യോഹന്നാൻ 5:19 പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. അത് നമുക്കറിയാം, യോഹന്നാൻ്റെ ലേഖനം പുതിയ നിയമ ലേഖനമാണ്. അപ്പോൾ അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, ഈ ലോകം മുഴുവൻ ആരുടെ കയ്യിലാണ്? ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ദൈവമക്കൾ അറിയുന്നു, ദൈവമക്കളത് അറിയണം. മറ്റൊരു വിശേഷണം സാത്താനെ വിളിക്കുന്ന ഒരു വിശേഷണമാണ് ഈ ലോകത്തിൻ്റെ ദേവൻ, ഗോഡ് ഓഫ് ദിസ് ഏജ് എന്ന് നമുക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പല രൂപത്തിലുള്ള വിഗ്രഹങ്ങളുണ്ടാക്കി വാഴുന്നവൻ എന്ന ഒരർത്ഥത്തിൽ ഗോഡ് ഓഫ് ദിസ് ഏജ്, ഈ ലോകത്തിൻ്റെ ദേവൻ. ചിലരുടെ ഉള്ളിൽ സമ്പത്ത് ഒരു വിഗ്രഹമാക്കിക്കൊണ്ട് അവൻ അവരെ വാഴുകയാണ്. ചിലരുടെ ഉള്ളിൽ പ്രശസ്തിയെ ഒരു വിഗ്രഹമാക്കിക്കൊണ്ട് അവൻ വാഴുകയാണ്. ചിലരുടെ ഉള്ളിൽ ചില ഫിലിം സ്റ്റാറുകളെ ഒരു വിഗ്രഹമാക്കിക്കൊണ്ട് അവൻ അവരിൽ വാഴുകയാണ്. ചില വിഗ്രഹങ്ങളെയൊക്കെ ഉള്ളിൽ കയറ്റി വാഴുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അല്ലെങ്കിൽ ഗോഡ് ഓഫ് ദിസ് ഏജ് എന്ന് വിശുദ്ധ ബൈബിളിൽ അവനൊരു വിശേഷണം കൊടുക്കാനുള്ള കാരണം അതാണ്. മറ്റൊരു വിശേഷണം എന്ന് പറയുന്നത് അന്തരീക്ഷ ശക്തികളുടെ അധീശൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ കാണാൻ സാധിക്കും. ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ ഫ്രീക്വൻസികളെയും സാത്താൻ കൺട്രോൾ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും മീഡിയകളെ സാത്താൻ നിയന്ത്രിക്കുന്നതിനുള്ള കാരണം അതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ എല്ലാ സോഷ്യൽ മീഡിയകളും ആരുടെ കയ്യിലാണ്? സാത്താൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവൻ്റെ ആ മീഡിയകളുടെ മേലെല്ലാം ഉണ്ട്. കാരണം സിഗ്നൽസ് പാസ് ചെയ്യുന്നത് ഇതുവഴിയാണ്, അന്തരീക്ഷ മണ്ഡലങ്ങളിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങളിലൂടെ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് ആൻഡ് ദ വേവ് ലെന്ത് സാത്താൻ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ആ ഫ്രീക്വൻസിയിലൂടെ അവൻ്റെ ആത്മാക്കൾ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനുമുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് എയർ, അന്തരീക്ഷ ശക്തികളുടെ അധീശൻ എന്ന് സാത്താനെ വിളിക്കാനുള്ള മറ്റൊരു കാരണം. മറ്റൊരു വാക്കിൽ ഇങ്ങനെ പറയുന്നു, സഹോദരരെ രാവും പകലും ദൈവ സമക്ഷം പഴിക്കുന്നവൻ, ദ അക്യൂസർ ഓഫ് ദ ബ്രദറൻ എന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ സാധിക്കും. അപ്പം നിങ്ങളെയും എന്നെയും രാവും പകലും നമ്മുടെ കുറ്റം ആരുടെ മുമ്പിൽ ചെന്ന് പറയും? പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് പറയും, കണ്ടില്ലേ അവനെ നോക്കിക്കേ, അവളെ നോക്കിക്കേ, അവളത് ചെയ്തില്ലേ, അവനത് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് സഹോദരരെ രാവും പകലും എവിടെയാണ്? ദൈവസമക്ഷം പഴിക്കുന്നവൻ, ദ അക്യൂസർ ഓഫ് ദ ബ്രദറൻ. അപ്പോൾ സാത്താൻ ഇത് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾക്ക് വേണ്ടി മറ്റൊരാൾ വാദിക്കുന്നുണ്ട്, അത് നമ്മുടെ യേശു കർത്താവാണ്.
യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു കർത്താവ് എന്താണ്, നമ്മൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ വാദിക്കുന്നു. അപ്പോൾ സാത്താൻ ഒരു വശത്ത് വാദിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ രക്തവും യേശു കർത്താവും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാത്താൻ്റെ മറ്റൊരു വിശേഷണം എന്ന് പറയുന്നത് ദ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വാക്ക്, അതെന്താണ്, ശക്തിയെ സൂചിപ്പിക്കുന്ന പവർ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പവർ. മറ്റൊരു വാക്കിൽ പറയാം പുരാതന സർപ്പം എന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ സാധിക്കും. ദ ഏൻഷ്യൻ സർപ്പൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കൗശലമേറിയ സർപ്പം എന്ന് അവനെ വിളിക്കാറുണ്ട്. കൗശലമേറിയ എന്ന് വെച്ചാൽ കണ്ണിങ് സർപ്പൻറ്റ്. അപ്പോൾ സാത്താൻ്റെ എല്ലാ പ്രവൃത്തികളും എങ്ങനെയാണ്, കണ്ണിങ് ആണ്, കൗശലമേറിയ പ്രവൃത്തികളാണ് സാത്താൻ ചെയ്യുന്നത്. തിരുവചനങ്ങളിൽ അവനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, കൊലപാതകി, ദ മർഡറർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങൾക്ക് പിന്നിലും ആരുടെ ഒരു അദൃശ്യകരമുണ്ട്, സാത്താൻ്റെ ഒരു അദൃശ്യകരമുണ്ട്. കാരണം കൊലപാതകം അവന് ഇഷ്ടമാണ്. ഹീസ് എ മർഡറർ, കൊലപാതകിയാണ്. പിന്നെ പറയുന്ന ദ ഈവിൾ വൺ, അല്ലെങ്കിൽ തിന്മയെ പ്രതിദാനം ചെയ്യുന്നവൻ എന്നൊക്കെ സാത്താനെ വിളിക്കാറുണ്ട്. നമുക്ക് പഴയ നിയമങ്ങളിൽ കാണാൻ സാധിക്കും ലൂസിഫർ ദ സൺ ഓഫ് ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ദ ലൈറ്റ് ബിയറർ, പ്രകാശം വഹിക്കുന്നവൻ എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ദ സൺ ഓഫ് മോർണിംഗ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം. നമുക്കറിയാം യേശയ്യായുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ അഭിഷേകം ചെയ്യപ്പെട്ട കെരൂബ് എന്നാണ് അവനെ വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഞാൻ ശുശ്രൂഷകളിൽ പറയുന്നത് അഭിഷേകം പ്രാപിച്ചു എന്നത്, കൃപാവരങ്ങൾ പ്രാപിച്ചു എന്നത് നിങ്ങൾ ഇനിമേൽ വീഴത്തില്ല എന്നതിൻ്റെ അടയാളമല്ല. ഒന്ന് നോക്കിക്കേ, ലൂസിഫറിനെ നോക്കിക്കേ, അവനെ വിളിക്കുന്നത് അഭിഷേകം ചെയ്ത കെരൂബ് എന്നാണ് അവനെ വിളിക്കുന്നത്. അപ്പോൾ അഭിഷേകം ഉണ്ടായിരുന്നവനാണ് അവൻ, പ്രകാശം വഹിക്കുന്നവൻ, ക്യാരിയർ, ദ ബിയറർ ഓഫ് ലൈറ്റ്, പ്രകാശത്തെ ക്യാരി ചെയ്തവനാണ് ശരിക്കും ലൂസിഫർ. ഇഫ് ഹീ ക്യാൻ ഫോൾ, എത്ര കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാലും വി ഓൾസോ ക്യാൻ ഫോൾ. അവിടെയാണ് യേശു കർത്താവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് പ്രാധാന്യം വരുന്നത്. അപ്പം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ഹൗവ. അപ്പം നമുക്കറിയാം ദൈവവചനം പറയുന്നു അവർ പാപം ചെയ്തപ്പോൾ അവർ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പം പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ഒരു മഹത്വം അവരെ കവർ ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രകാശ വലയത്തിനകത്തായിരുന്നു അവർ. അതുകൊണ്ടാണ് അവർക്ക് നഗ്നത തിരിച്ചറിയാൻ സാധിക്കാതിരുന്നത്, അല്ലേ? പാപം ചെയ്തപ്പോഴാണ് തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു പ്രകാശത്തിൻ്റെ വലയം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു വലയത്തിനകത്തായിരുന്നു അവർ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ആ ദൈവ വലയത്തിനകത്തും ദൈവത്തിൻ്റെ മഹത്വത്തിനകത്തായിരുന്നിട്ടും അവരെന്ത് ചെയ്തു? വഞ്ചിക്കപ്പെട്ടു വീണു. അപ്പോൾ ഈ അഭിഷേകമുണ്ട്, കൃപാവരങ്ങൾ പ്രാപിച്ചു എന്നത് ഇനിമേൽ വീഴത്തില്ല എന്നതിനർത്ഥമില്ല. ബന്ധത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത്, കർത്താവുമായിട്ടുള്ള യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യമുള്ളത് അതുകൊണ്ടാണ്. മറ്റൊരു പേരും ബേൾസബൂബ് എന്ന് പറയുന്നത് ദ ലോർഡ് ഓഫ് ഫ്ലൈസ് എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം പിശാചുക്കളുടെ തലവൻ എന്ന് യേശു കർത്താവ് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും. ബെലിയാൽ, ദ സൺ ഓഫ് ബെലിയാൽ, അല്ലെങ്കിൽ പ്രയോജനരഹിതമായ സ്വഭാവമുള്ളവൻ. മറിച്ച് പ്രത്യേകിച്ച് സാത്താൻ്റെ ഒരു സ്വഭാവം കൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കും ഇല്ല. അന്ധകാരത്തിൻ്റെ പ്രഭു എന്ന് അവനെ വിളിക്കാറുണ്ട്. പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്ന് സാത്താനെ വിളിക്കാറുണ്ട്. ദി ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ എതിർക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ എതിർക്കുന്നവൻ, ക്രിസ്തുവിനുള്ളവയെ എതിർക്കുന്നവൻ, ക്രിസ്തുവിനുള്ളവരെ എതിർക്കുന്നവൻ. അപ്പം ചിലപ്പോൾ നിങ്ങൾ വലിയൊരു എതിർപ്പിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ക്രിസ്തുവിൻ്റേതല്ലെങ്കിൽ അവൻ എതിർക്കാൻ വരത്തില്ല. ഇപ്പം ചില ദൈവമക്കൾ ഒത്തിരി സഹനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഇപ്പം ഭവനത്തിനകത്ത്, സമൂഹത്തിനകത്ത്, ജോലി സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ആ സ്ഥലങ്ങളിലൊക്കെ സാത്താൻ നിങ്ങളെ എതിർക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ബിക്കോസ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായതുകൊണ്ടാണ് എതിർക്കുന്നത്. അപ്പം സന്തോഷിച്ചോണം. മറ്റൊരു വാക്കിൽ അവനെ വിളിക്കുന്നത് അഭിഷേകം ചെയ്യപ്പെട്ട കെരൂബ് എന്നാണ്. ശരിക്കും ദി അനോയിൻറ്റഡ് കെരൂബ് എന്ന് വിളിക്കാറുണ്ട്. കെരൂബ് എന്ന് പറഞ്ഞാൽ ദൂതൻ, ഏഞ്ചൽ എന്ന അർത്ഥത്തിലല്ല. കെരൂബ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ക്രിയേഷനാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ അനേകം ടൈപ്പിലുള്ള ക്രിയേഷൻസ് ഉണ്ട്. അതിനകത്ത് ഒരു കാറ്റഗറി മാത്രമാണ് ഏഞ്ചൽ എന്ന് പറയുന്ന കാറ്റഗറി. സെറാഫിംസും ഏഞ്ചൽസും സെയിം അല്ല, കെരൂബിംസും ഏഞ്ചൽസും സെയിം അല്ല. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ ത്രോണിനെ ഗാർഡ് ചെയ്യുന്ന വ്യത്യസ്ത ക്രീച്ചേഴ്സിനെ കാണാൻ സാധിക്കും, അല്ലേ? അവരാരും ദൂതന്മാരല്ല. ദേ ആർ ഡിഫറെൻറ്റ് ക്രിയേറ്റഡ് ബീയിങ്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ വിളിക്കാം. പ്രകാശത്തിൻ്റെ ദൂതൻ എന്ന ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പ്രകാശത്തിൻ്റെ ദൂതൻ്റെ രൂപത്തിൽ വന്നാലും നിങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്ന് പറയുന്നു. 1 പത്രോസ് 5:8 അവനെ ശത്രു എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ശത്രുവായ പിശാച്,
നിങ്ങൾക്ക് അവൻ ശത്രുവല്ലെങ്കിലും നിങ്ങളെ അവൻ വലിയ ശത്രുവായിട്ടാണ് കാണുന്നത്. അതിന് കാരണം നിങ്ങൾ യേശു കർത്താവിൻ്റെ സൈഡ് എടുത്തതുകൊണ്ട്, വിശുദ്ധിയോടെ ജീവിക്കാനും ദൈവഭയത്തിലും ദൈവഭക്തിയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ അവൻ ശത്രുവായിട്ടാണ് കാണുന്നത്. ഇനിയും റോറിംഗ് ലയൺ അല്ലെങ്കിൽ അലറുന്ന സിംഹം എന്ന് അവനെ വിളിക്കാറുണ്ട്. ഡിസ്ട്രോയർ, നശിപ്പിക്കുന്ന സ്വഭാവമുള്ളവൻ എന്നൊക്കെ നമുക്ക് അവനെ വിളിക്കാം. സർവ്വലോകത്തെയും വഞ്ചിക്കുന്നവൻ എന്ന ഒരർത്ഥത്തിൽ ദ ഡിസീവർ ഓഫ് ദ ഹോൾ വേൾഡ് എന്നും ദൈവജനം അവനെ വിളിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി സുവിശേഷം എഴുതുമ്പോൾ പ്രലോഭകൻ, ടെംപ്റ്റർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാത്താനുമായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഡെലിവറൻസ് ശുശ്രൂഷയിൽ ഒരു 40-50 പ്രാവശ്യം ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രത്യേക വിളികളുള്ള ശുശ്രൂഷകരുടെ ഡെലിവറൻസ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഡെലിവറൻസ് പല ടൈപ്പിലുള്ള ഡെലിവറൻസ് ഉണ്ട്. ലോവർ ക്ലാസ്സിലുള്ള ഡെലിവറൻസ് ഉണ്ട്, മീഡിയം ടൈപ്പ് ഡെലിവറൻസ് ഉണ്ട്, ഹയർ തലത്തിലുള്ള ഡെലിവറൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ശുശ്രൂഷകളുടെ വിളികളുള്ളവർക്ക് എൻഡ് ടൈമിനകത്ത് പ്രത്യേക കോളിംഗ് ഉള്ളവരുടെ ഡെലിവറൻസ് ചെയ്യുന്ന സമയത്ത് അനേകം റൗണ്ടുകളിലാണ് നമ്മൾ ആ ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്തെടുക്കുന്നത്. ചുമ്മാ ഒരു സെഷനിൽ ഇരുന്നു യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. 100-150 റൗണ്ടുകളിലൊക്കെയാണ് ചിലരുടെ ശുശ്രൂഷകളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു യുദ്ധവും ഒരു ദിവസം കൊണ്ട് അവസാനിക്കത്തില്ല. ഇതൊരു യുദ്ധമാണ് ശരിക്കും. അപ്പോൾ ആ യുദ്ധത്തിൽ വ്യത്യസ്ത റലത്തിലുള്ള സ്പിരിറ്റുകളെ ഡിഫീറ്റ് ചെയ്ത് വേണം ആ ഡെലിവറൻസ് പ്രോസസ്സ് മുമ്പോട്ട് പോകാൻ. വ്യത്യസ്ത ഡയമെൻഷൻസ് ഉണ്ട്, വ്യത്യസ്ത റെലംസ് ഉണ്ട്. അപ്പോൾ സാത്താൻ എന്താണ്? ഭൂമിയിൽ അവനൊരു കിങ്ഡം ഉണ്ട്, അവന് അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഒരു കിങ്ഡം ഉണ്ട്, അവന് വെള്ളത്തിൽ ഒരു കിങ്ഡം ഉണ്ട്, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഒരു കിങ്ഡം ഉണ്ട്, പിന്നെ ഹൈബ്രിഡായിട്ടുള്ള കിങ്ഡംസ് ഉണ്ട്. ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിലും വെള്ളത്തിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പിരിറ്റുകൾ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പബ്ലിക് മീറ്റിങ്ങിനകത്തൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രത്യേക വിളികളുള്ളവരുടെ ഡെലിവറൻസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനം വരുന്നത് ലൂസിഫർ ആയിരിക്കും. കാരണം ആ വ്യക്തിയുടെ മേൽ ലൂസിഫറിനുള്ള, സാത്താനുള്ള ഒരു ക്ലെയിം നമ്മൾ ഡിഫീറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആ വ്യക്തിയുടെ ഡെലിവറൻസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിനെ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണ്, ശരിക്കും ഡെലിവറൻസ് ശുശ്രൂഷയെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ ക്ലെയിം എന്ന് വിളിക്കും. ഡ്യുവൽ ക്ലെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജീവൻ്റെ പുസ്തകം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ള എല്ലാവരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണല്ലേ. അതുപോലെ തന്നെ സാത്താന് ഒരു ഗ്രന്ഥമുണ്ട്. അപ്പം മരണത്തിൻ്റെ ഗ്രന്ഥമെന്നോ അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ ഗ്രന്ഥമെന്നോ ഒക്കെ നമുക്കതിനെ വിളിക്കാം. അപ്പം ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളതുപോലെ ചില വ്യക്തികളുടെ പേരുകൾ സാത്താൻ്റെ പുസ്തകത്തിലുമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ പുസ്തകത്തിലും ആ വ്യക്തിയുടെ പേരുണ്ട്, സാത്താൻ്റെ പുസ്തകത്തിലും ആ പേരുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനർത്ഥം ഈ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ഡെലിവർ ചെയ്യണമെങ്കിൽ ഭൂമിയിൽ ഒരാൾ സാത്താനെ ഡിഫീറ്റ് ചെയ്ത് വേണം ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും ഡെലിവറി ചെയ്യാൻ. സാത്താനും ഈ വ്യക്തിയുടെ മേൽ ഒരു ക്ലെയിം പറയുകയാണ്, യേശുവും ഈ വ്യക്തിയുടെ മേൽ ഒരു ക്ലെയിം പറയുകയാണ്. അങ്ങനെ ഡ്യുവൽ ക്ലെയിമിലുള്ള വ്യക്തികളെ ഡെലിവറി ചെയ്യുമ്പം ഏറ്റവും അവസാനം സാത്താൻ വരും. അപ്പോൾ അവനെ നമ്മൾ ഡിഫീറ്റ് ചെയ്ത് മരണത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന്, സാത്താൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആ വ്യക്തിയുടെ പേര് സ്ട്രൈക്ക് ഓഫ് ചെയ്താൽ മാത്രമേ സാത്താന് ആ വ്യക്തിയിലുള്ള കംപ്ലീറ്റ് ഹോൾഡും ഇല്ലാതാവത്തുള്ളൂ. ഇതുപോലെ വ്യത്യസ്ത മിസ്റ്ററികളുണ്ട്. സാത്താന് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് നേരിട്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പം പിന്നെ യൂദാസ് ചെയ്തതെല്ലാം ആര് ചെയ്തതാണ്? സാത്താൻ യൂദാസിൻ്റെ ശരീരത്തെ ഉപയോഗിച്ച് ചെയ്തതാണ്. കാര്യം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സാത്താൻ യൂദാസിനെ വിട്ടുപോയി, യൂദാസിൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. അപ്പോഴാണ് യൂദാസിന് ബോധം വന്നത്. അപ്പോഴാണ് യൂദാസിന് റിപ്പൻറ്റൻസ് വന്നത്. അയ്യോ, ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തല്ലോ. പലപ്പോഴും സാത്താൻ ഇങ്ങനെയാണ് ശരിക്കും. അവൻ കാര്യം കാണാൻ വേണ്ടി ചില വ്യക്തികളുടെ ശരീരങ്ങളിലേക്ക് പ്രവേശിക്കുകയോ ശരീരങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ചെയ്തിട്ട് ആ വ്യക്തിയെ കൊണ്ട് സെക്ഷൽ ഇമ്മോറാലിറ്റി ചെയ്യിപ്പിക്കും. ആ വ്യക്തിയെ കൊണ്ട് മറ്റ് സ്ത്രീകളുമായി ശരീരം പങ്കുവെപ്പിക്കും. അപ്പോൾ ആ സെക്ഷൽ ആക്ട് കഴിയുമ്പോൾ ഈ സാത്താൻ വിട്ടുപോയി കഴിയുമ്പോഴാണ് പലരും തിരിച്ചറിയുന്നത്, അയ്യോ, ഞാൻ എൻ്റെ ശരീരം എൻ്റെ ഭാര്യയുടെ കൂടെ മാത്രം ഷെയർ ചെയ്യേണ്ട ശരീരം മറ്റൊരു സ്ത്രീയുടെ കൂടെ ഷെയർ ചെയ്തല്ലോ എന്ന് ആ ബോധം വരുന്നത് എപ്പോഴാണ്? സാത്താൻ ആ കാര്യം ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം വിട്ടുപോയി കഴിയുമ്പോഴാണ് ആ ചിന്ത വരുന്നത്. സാത്താൻ ഒരു അജണ്ട, ഒരു കാര്യം ചെയ്തെടുക്കുവാൻ അവനൊരു വ്യക്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവൻ വണ്ടി വിട്ടു പോകും.
നമ്മൾ ആ കുരുക്കിനകത്ത്, ആ പാപത്തിനകത്ത് വീണ് കഴിഞ്ഞാണ് നമ്മൾ മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ പെട്ടുപോയല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. സോ ദാറ്റ് കൈൻഡ് ഓഫ് വിക്കഡ് സ്പിരിറ്റ് ഈസ് സൈറ്റൻ ആൻഡ് ഹിസ് കിങ്ഡം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ വരുന്ന നാളുകളിൽ സാത്താൻ എവിടെ പ്രവേശിക്കും? ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറിൽ പ്രവേശിക്കും. അപ്പോൾ സാത്താന് വ്യക്തികളിൽ പ്രവേശിച്ച് നമ്മളോട് സംസാരിക്കാൻ സാധിക്കും എന്നൊരാശയം ഞാൻ പറഞ്ഞു വെക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അപ്പം ആൻറ്റി ക്രൈസ്റ്റിലേക്ക് സാത്താൻ പ്രവേശിച്ചിട്ട് താൻ ദൈവമാണെന്ന് എന്ത് ചെയ്യും? അവൻ ഡിക്ലെയർ ചെയ്യും. ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് താൻ ദൈവമാണെന്ന് ഡിക്ലെയർ ചെയ്യും. അവൻ്റെ ഏറ്റവും വലിയ കൊതിയാണ് ഭൂമിയിൽ ദൈവത്തെ പോലെ വെളിപ്പെടുക എന്ന് പറയുന്ന കാര്യം. അപ്പം 100 കണക്കിന് വ്യത്യസ്ത റാങ്കിലും പവറിലുമുള്ള ദുരാത്മാക്കളുമായിട്ട് ഈ ഡെലിവറൻസ് മിനിസ്ട്രിയിൽ ഞാൻ നേരിട്ട് ആത്മീയ യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് കൃപയാൽ മാത്രമാണ് സംഭവിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ട്രെയിനിങ്ങിലാണ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ പല ടൈപ്പിലുള്ള സ്പിരിറ്റുകളിൽ സൈറ്റൻ ഈസ് ദ മോസ്റ്റ് റിബലിയസ് സ്പിരിറ്റ് ഐ ഹാവ് എവർ സീൻ. ഏറ്റവും റിബലിയസ് ആയിട്ടുള്ള സ്പിരിറ്റാണ് സാത്താൻ. ആൻഡ് ഹീ ഈസ് ദ മോസ്റ്റ് വയലൻറ്റ് സ്പിരിറ്റ്. സാത്താൻ ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ചില സമയത്തൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ ലൂസിഫറിൻ്റെ സ്പിരിറ്റ് എൻ്റർ ചെയ്ത സമയത്ത് ഈ വ്യക്തികൾ ഈ ഡ്രസ്സ് വലിച്ചു കയറിയിട്ടുണ്ട്. ലൂസിഫർ എൻ്റർ ചെയ്യും. കാരണം അത്ര വയലൻ്റ് സ്പിരിറ്റാണ്. അവൻ വന്നു കഴിയുമ്പോൾ ഭയങ്കര വയലൻസാണ് ശരിക്കും. ചില വ്യക്തികൾ മുമ്പിലിരുന്ന കസേര എടുത്ത് താഴെ അടിച്ച് പൊട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഹീസ് എ വെരി വയലൻറ്റ് സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ വളരെ സ്റ്റബോൺ സ്പിരിറ്റാണ്. സാത്താൻ ഒരു സ്റ്റബോൺനെസ് കാണാൻ സാധിക്കും. അവനോട് നമ്മൾ സംസാരിക്കുമ്പം ഒരിഞ്ച് വിട്ടുതരത്തില്ല. അവൻ്റെ ആ ഫൈറ്റ് ലാസ്റ്റ് സെക്കൻഡ് വരെയും ഹി വിൽ ക്ലെയിം, പുട്ട് ദാറ്റ് ക്ലെയിം ഓൺ ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയുടെ മേലുള്ള ക്ലെയിം വിട്ടുകൊടുക്കത്തില്ല. കോപിക്കുമ്പം ഭയങ്കര വയലൻ്റ് ആണ് ശരിക്കും. അതോടൊപ്പം തന്നെ ഭയങ്കര പ്രൈഡ്ഫുൾ സ്പിരിറ്റാണ്. അഹങ്കാരത്തിൻ്റെ ഒരു മൂർത്തിഭാവമാണ് അവൻ്റെ സംസാരത്തിലും ആ വ്യക്തികളിൽ. അപ്പോൾ ചില സമയത്ത് ഞാൻ ഈ ലൂസിഫറിൻ്റെ സാത്താൻ്റെ സ്പിരിറ്റ് ചില വ്യക്തികളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവരുടെ രൂപഭാവങ്ങളെല്ലാം അങ്ങ് മാറും. വളരെ സാധാരണയായിട്ടിരുന്ന വ്യക്തി പെട്ടെന്ന് കൈകളൊക്കെ കെട്ടി കാലൊക്കെ കാലിമേ കാലി വെച്ചിട്ട് അവൻ ഇങ്ങനെ പ്രൈഡ്ഫുള്ളായിട്ട്, ബിക്കോസ് ഈസ് ദ പ്രൈഡ്ഫുൾ സ്പിരിറ്റ്. അഹങ്കാരത്തിൻ്റെ ഒരു മൂർത്തിഭാവമാണ് ലൂസിഫറിൻ്റെ ക്യാരക്ടറിനകത്തുള്ളത്. അപ്പോൾ ഈ യേശു എന്ന പേര് പറയുന്ന ഹൈ റാങ്കിങ് ഇവിൾ സ്പിരിറ്റുകളിൽ ഹീ ഈസ് വൺ ഓഫ് ദം. ഇപ്പം ചില ആൾക്കാർ പറയും ദുരാത്മാക്കൾ യേശുവിൻ്റെ പേര് പറയത്തില്ല, യേശു, ഇങ്ങനെയുള്ള പല പല പഠിപ്പേരുകൾ ഈ ക്രിസ്തീയ കോളത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ലൂസിഫർ യേശു എന്ന പേര് ഒരു പ്രശ്നമില്ലാതെ അവൻ പറയും. അതോടൊപ്പം തന്നെ അസ്ത്രോദ് ആൻഡ് ജസബൽ, ഈ 2 സ്പിരിറ്റുകളും ഈ എൻഡ് ടൈമിലൊക്കെ വളരെ പ്രൊമിനൻ്റായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന സ്പിരിറ്റുകളാണ്. ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റുകളാണ്. ഇപ്പോൾ സാത്താൻ്റെ കമാൻഡിങ് സ്ട്രക്ചറിനകത്ത് ഹീസ് ദ ടോപ്പ്, ഹീസ് ദ ഹെഡ് അല്ലേ. അപ്പോൾ അവൻ്റെ തൊട്ട് താഴെയുള്ള റാങ്ക് എന്ന് പറയുന്നത് അസ്ത്രോദിനാണ്. അസ്ത്രോദിൻ്റെ താഴെയാണ് ജസബൽ. അപ്പോൾ അവരുടെ ഒരു റാങ്കിങ് സ്ട്രക്ചർ ലൂസിഫർ, അസ്ത്രോദ് ആൻഡ് ജസബൽ. അപ്പോൾ ഈ എൻഡ് ടൈമിനകത്ത് ബാക്കി എല്ലാ സ്പിരിറ്റുകൾ ഇവരുടെ താഴെയുള്ള റാങ്കിങ്ങിലാണ് നിൽക്കുന്നത്. മറ്റുള്ള സ്പിരിറ്റുകൾ, ലോവർ റാങ്കിങ് സ്പിരിറ്റുകൾ സാധാരണ യേശു എന്ന പേര് ഉപയോഗിക്കാറില്ല. കാരണം യേശു എന്ന പേരിനകത്ത് നമുക്കറിയാം ഒരു പവർ ഉണ്ടല്ലേ. ദർ ഇസ് എ പവർ ഇൻവെസ്റ്റഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ സാധാരണ സ്പിരിറ്റുകൾ അല്ലെങ്കിൽ ലോവർ റാങ്കിങ് സ്പിരിറ്റുകൾ യേശു എന്ന ആ നാമത്തെ സാധാരണ ഉച്ചരിക്കാറില്ല. പക്ഷേ ലൂസിഫർ സംസാരിക്കുമ്പോൾ, അസ്ത്രോദ് സംസാരിക്കുമ്പോൾ, ജസബൽ സംസാരിക്കുമ്പോൾ ദേ വിൽ സേ ജീസസ്. ഇപ്പോൾ ഒരു ഡെലിവറൻസ് സെഷനകത്ത് സത്താൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. സത്താൻ പറഞ്ഞത് ഇങ്ങനെയാണ് ശരിക്കും, ജിയോ ഈ നമ്മളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, ലൂസിഫർ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പേരെ അവൻ വിളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നുകിൽ ജിയോ നസ്രത്ത് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ജിയോ എന്നൊക്കെ വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കുറേ തെറിയായിരിക്കും വിളിക്കുന്നത്. ഞാൻ ഈ UK എന്ന് പറയുന്ന ദേശത്ത് ജനിച്ചു വളർന്ന ഒരു മലയാളി, ഓക്കെ. അപ്പോൾ ആ മലയാളി ഒരു വ്യക്തിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാണ്. അപ്പോൾ ആ വ്യക്തിക്ക് മലയാളം അധികം അറിയത്തില്ല. എന്ന് വെച്ചാൽ മലയാളം വളരെ 1% അറിയത്തുള്ളൂ എന്ന് വിചാരിച്ചു. കാരണം ആ വ്യക്തി ജനിച്ചത് UK-യിലാണ്, വളർത്തപ്പെട്ടതും UK-യിലാണ്, പഠിച്ചതും ഒക്കെ UK-യിലാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ, മലയാളം ജസ്റ്റ് ഇങ്ങനെ കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ശരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം മലയാളം അറിയാത്ത ഈ പയ്യനുണ്ടല്ലോ മലയാളത്തിൽ എന്നെ തെറി വിളിക്കുകയാണ്. ഞാൻ ആ സമയത്ത് ഞെട്ടിപ്പോയി. കാരണം സൈറ്റൻ ക്യാൻ ഗിവ് ദാറ്റ് ലാംഗ്വേജ് ടു ഹിം. അവൻ ആ ലാംഗ്വേജ് കൊടുക്കാൻ പറ്റും.
അപ്പം ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ആ പയ്യനോട് ചോദിച്ചു, ഇത്രയും തെറി മോൻ എവിടെ നിന്നാണ് പഠിച്ചത്? അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞാണ്, ശരിക്കും എനിക്ക് ഐ ഡു നോട്ട് നോ ദിസ് ലാംഗ്വേജ്, എനിക്കിത് അറിയത്തില്ല, എൻ്റെ വായിൽ കൂടെ അവൻ സംസാരിച്ചാണ്. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് ലൂസിഫർ കടന്നു വരുമ്പോൾ, സത്താൻ കടന്നു വരുമ്പോൾ ഹീ ക്യാൻ യൂസ് ദ ടങ്, അല്ലേ? മലയാളത്തിൽ ഒട്ടും മലയാളം അറിയാത്ത വ്യക്തി മലയാളത്തിൽ തെറി വിളിക്കും. അപ്പം ഞാൻ ഓർത്തെടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രാവശ്യം ലൂസിഫർ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒത്തിരി ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവൻ പറഞ്ഞ കാര്യം ഇതാണ്: ജിയോ, ഒരുമാതിരി എല്ലാ ക്രിസ്ത്യാനികൾക്കും എന്നെ ഭയമാണ്, കാരണം ഞാൻ ഭയപ്പെടുത്തിയാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അതോടൊപ്പം എൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തന രീതികൾ അവരിൽ നിന്ന് മറച്ചു വച്ചാണ് ഞാൻ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യം ഞാൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നീ, ജിയോ ആയ നീ എന്നെ നേരിടുമ്പോൾ ഒരു ഭയവും നിന്നിൽ ഞാൻ കാണുന്നില്ല. മാത്രമല്ല, നീ എൻ്റെ രാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അവരെ പഠിപ്പിക്കുന്നു, എൻ്റെ കിങ്ഡത്തെ നശിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് ക്ലാസ് കൊടുക്കുന്നു. ഇത് മുഖാന്തരം എന്നെക്കുറിച്ചുള്ള പേടി അവരിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് അവൻ്റെ മർമ്മങ്ങൾ, അവൻ്റെ രാജ്യത്തിൻ്റെ മിസ്റ്ററികൾ, അവൻ്റെ രാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ദൈവമക്കളെ പഠിപ്പിക്കുന്നത് അവന് ഇഷ്ടമില്ല. കാരണം സാത്താൻ്റെ ശക്തി എന്ന് പറയുന്നത് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അവൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ആരെങ്കിലും സാത്താൻ്റെ കിങ്ഡത്തിൻ്റെ മർമ്മങ്ങളെ യേശു കർത്താവിൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്താലുണ്ടല്ലോ, ഹി ഓൾവേസ് വിൽ അറ്റാക്ക് ദം. സാത്താൻ അങ്ങനെ വെല്ലുവിളിക്കുന്ന സമയത്ത് ഞാൻ അവനോട് പറയും, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തോ, അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ കാണും. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ഈ സ്പിരിച്വൽ തലത്തിൽ സ്പിരിറ്റുകൾക്ക്, ഇപ്പം ദൂതന്മാരായാലും പരിശുദ്ധാത്മാവായാലും ദുരാത്മാക്കളായാലും ഒരു വ്യക്തിയെ നോക്കുമ്പം നമ്മുടെ ഹൃദയത്തെ കാണാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണ്, അതായത് ലവ് ഉണ്ടോ, അതോ ആങ്കർ ആണോ, അതോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, റെവലേഷൻ, ദേ ക്യാൻ മെഷർ ഇറ്റ്. അപ്പം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, അങ്ങനെ യാതൊരു പേടിയുമില്ലാതെ സാത്താൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന ഒരു ബോധ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 2018 മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ് ഞാൻ. ദൈവം എക്സ്റ്റെൻഡ് ചെയ്ത ലൈഫാണത് ശരിക്കും. അപ്പോൾ അത് പലപ്പോഴും എനിക്കൊരു അഡ്വാൻറ്റേജാണ് ഈ വാറിനകത്ത്. കാരണം മരിച്ചു പോയ ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട ഒരു ലൈഫിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഒന്നിനോടും, പ്രത്യേകിച്ച് സ്വന്തം ജീവനോടോ സമ്പത്തിനോടോ പ്രശസ്തിയോടോ ദുരാശകളോടോ നിങ്ങൾക്ക് അതിര് കവിഞ്ഞ ഒരു കൊതിയില്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മനുഷ്യൻ നിങ്ങളാണ് ശരിക്കും. ഞാൻ പറഞ്ഞ നമുക്ക് ജീവൻ വേണ്ടെന്നോ സമ്പത്ത് വേണ്ടെന്നോ പ്രശസ്തി വേണമെന്നോ ഒന്നുമില്ല, അതിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് മുകളിൽ ഒരു അതിര് കടന്ന ഒരു കൊതി ഇതിനോടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സാത്താൻ്റെ ഒരു ഇൻഫ്ലുവൻസിനകത്തേക്ക് പോകും. എന്നാൽ ഇത് നമുക്ക് വേണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ബീയിങ് ആണ് ശരിക്കും. എന്താണ്, നമുക്കിതിനോടൊന്നൊരു കൊതിയില്ല. നിങ്ങളുടെ പർപ്പസിലൊന്ന് നിന്ന് നോക്കിക്കുക. അത് ഞാൻ ഈ ആവർത്തിച്ച് ഈ പർപ്പസുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളുടെ പർപ്പസിലൊന്ന് നിന്ന് നോക്കിക്കേ. നിങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം യേശുവിൻ്റെ അനന്ത ശക്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അവിടെ ആ വാക്യം ശ്രദ്ധിക്കണം, ആവശ്യമുള്ളതെല്ലാം. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം. കർത്താവ് ആരെ എൻ്റർടൈൻ ചെയ്യുന്ന വ്യക്തിയല്ല. നിങ്ങൾ പർപ്പസിൽ നിന്നാൽ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ, എത്ര വലിയ പർപ്പസ് ആണെങ്കിൽ ആ വലിയ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ, മീഡിയം സൈസ് പർപ്പസ് ആണെങ്കിൽ മീഡിയം സൈസ് പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ, നിങ്ങളുടെ ജീവനും ഭക്തിക്കും, നിങ്ങളുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിനും സ്പിരിച്വൽ എക്സിസ്റ്റൻസിനും അല്ലെങ്കിൽ അസൈൻമെൻറ്റുകൾക്കും വേണ്ടതെല്ലാം യേശുവിൻ്റെ അനന്ത ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. സാത്താനുണ്ടല്ലോ, ഹി ഓൾവേസ് പുട്ട് പ്രഷർ ഓൺ അസ്. ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നേടാൻ സാത്താൻ എപ്പോഴും നമ്മുടെ മേൽ പ്രഷർ ചെയ്യും. അപ്പോൾ ആ സാത്താൻ്റെ പ്രഷറിന് നമ്മൾ സബ്ജക്റ്റ് ആയാൽ അല്ലെങ്കിൽ വീണു പോയാൽ എന്താണ്, സാത്താൻ ജയിച്ചു. ശുശ്രൂഷയിൽ ഉയർത്തപ്പെടാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പ്രഷർ വരുമ്പോൾ, സാത്താൻ കൊണ്ടുവരുന്ന പ്രഷർ വരുമ്പോൾ നട്ടെല്ല് വളച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. Satan will change your thought patterns. നമ്മുടെ ചിന്തകളെ സാത്താന് തിരിക്കാൻ സാധിക്കും. മനസ്സിൻ്റെ ചിന്തകളെ സാത്താന് തിരിക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ചിന്ത വരുവാണ് പെട്ടെന്ന്, അവർക്കെല്ലാം നല്ല പണമുണ്ടല്ലോ, എനിക്ക് നല്ല പണം വേണം. അവർക്കെല്ലാം നല്ല പ്രശസ്തി ഉണ്ടല്ലോ, എനിക്കും പ്രശസ്തി വേണം. അവർക്കെല്ലാം നല്ല ജീവിത സാഹചര്യം ഉണ്ടല്ലോ, എനിക്കും നല്ല ജീവിത സാഹചര്യം വേണം.
അവർക്കെല്ലാം നല്ല ഉയർച്ചയുണ്ടല്ലോ, എനിക്ക് നല്ല ഉയർച്ച വേണം. അപ്പോൾ ഈ ഐഡിയ സാത്താൻ നമ്മുടെ അകത്തേക്ക് പതിയെ സ്ലോ പോയിസണായിട്ടാണ് കയറ്റുന്നത്. സാത്താൻ എപ്പോഴും പ്രവർത്തിക്കുമ്പോൾ സ്ലോ ആയിട്ടാണ്. ദൈവിക പ്രവർത്തികളും പലപ്പോഴും അങ്ങനെയാണ്, സ്ലോലി, ഇറ്റ് വിൽ സ്ലോ ബൈ സ്റ്റേജ് ആയിട്ട്. അപ്പോൾ ഈ ചിന്ത നമ്മുടെ അകത്തിലേക്ക് സാത്താൻ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിൻ്റെ പുറകെ പോകും? ഇതിൻ്റെ എല്ലാം പുറകെ പോകും. സമ്പത്ത്, പ്രശസ്തി, ഉയർച്ച, ഇതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനെ ജസബൽ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പലപ്പോഴും ഈ പ്രോസ്പെരിറ്റി മാത്രം പ്രസംഗിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്, പ്രോസ്പെരിറ്റി മാത്രം സംസാരിക്കുന്ന വ്യക്തികളുണ്ട്, സഭകളുണ്ട്, ചർച്ചുകളുണ്ട്. അപ്പം അവരിലൂടെ പലപ്പോഴും ജസബലാണ് പ്രവർത്തിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ട്രൈഡ് ഡെലിവറൻസ്, ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഫോർ ദം. And what they have done is they have changed their message. ഈ പ്രോസ്പെരിറ്റിയിലേക്കും കൃപയുടെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പ്രസംഗിക്കുന്ന എല്ലാവരുടെയും തുടക്കം നിങ്ങളൊന്ന് പോയി പഠിക്കണം. ആ തുടക്കത്തിൽ അവർ ഡെലിവറൻസ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു. ഇവരുടെ എല്ലാം തുടക്കം നമ്മൾ പരിശോധിച്ചാൽ ദേ വിൽ ബി കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ്. അവർ പിശാചുകളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എലോങ് ദ വേ അവരെന്ത് ചെയ്തു? ദേ ചേഞ്ച്ഡ് ദെയർ മെസ്സേജ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറൻസ് ശുശ്രൂഷയ്ക്കകത്ത് ഒരു പ്രൈസ് കൊടുക്കണം. ഡെലിവറൻസ് ശുശ്രൂഷയ്ക്കകത്ത് എന്താണ്? യു ഹാവ് ടു ഹാവ് എ കോൺസെക്രേറ്റഡ് ലൈഫ് ആൻഡ് യു വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളിലേക്ക് മെസ്സേജ് തിരിച്ചു കളഞ്ഞു. സോ എവറി പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ്, എല്ലാ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെയും തുടക്കം ഡെലിവറൻസ് മിനിസ്ട്രി ആയിരുന്നു. ബട്ട് ലേറ്റർ അവരുടെ ആ സ്റ്റേജ് മുമ്പോട്ട് പോയ സമയത്ത് അവർ മെസ്സേജ് തിരിച്ചു. ജസബൽ took over. Satan will try everything to deviate you from your original purpose and calling. കാരണം സാത്താൻ്റെ ഒറ്റ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാതിരിക്കുക. അതാണ് അവന് വേണ്ടത്. പർപ്പസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അവൻ്റെ കിങ്ഡം തകരത്തുള്ളൂ. നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതും സാത്താൻ്റെ കിങ്ഡത്തിൻ്റെ തകർച്ചയും തമ്മിൽ സ്വർഗരാജ്യം എന്താണ്? കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് 100 വീട് വേണോ? സാത്താൻ തരും. നിങ്ങൾക്ക് എന്ത് ഉയർച്ച ഈ ഭൂമിയിൽ തരും. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യാൻ അവൻ സമ്മതിക്കത്തില്ല. നിങ്ങളെക്കുറിച്ച് സ്വർഗം മുൻനിശ്ചയിച്ച പർപ്പസ് ചെയ്യാൻ അവൻ സമ്മതിക്കത്തില്ല. ദൈവിക ശുശ്രൂഷകരുടെ ട്രെയിനിങ്ങിനകത്ത് ദൈവം വെക്കുന്ന ഒരു പ്രധാന ടെസ്റ്റ് ഇതാണ് ശരിക്കും. വൺ ഓഫ് ദ മേജർ ടെസ്റ്റ് ബൈ ഗാഡ് ഇൻ ദ മേക്കിംഗ് ഓഫ് സെർവൻസ് ഓഫ് ഗാഡ്. വിശ്വാസികളുടെ ഒരു മേക്കിങ്ങും ഒരു ശുശ്രൂഷകൻ്റെ മേക്കിങ്ങും ആനയുടെയും ആടിൻ്റെയും വ്യത്യാസമുണ്ട്. ഒരു വിശ്വാസിയായിട്ടിരിക്കുന്നു, പക്ഷേ ഒരു ശുശ്രൂഷകനെ, അനേകരെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനെ ദൈവം ഒരുക്കുമ്പോൾ അതിൻ്റെ രീതികൾക്കും അതിൻ്റെ ടെസ്റ്റിങ്ങുകൾക്കും അതിൻ്റെ ട്രെയിനിങ്ങുകൾക്കും വളരെ വ്യത്യാസമാണ്. അപ്പം അതിനകത്ത് ദൈവം പരിശോധിക്കുകയും ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡു യു ആക്ട് ഔട്ട് ഓഫ് യുവർ ഫ്ലെഷ് ബിഫോർ ഗോഡ്സ് അപ്പോയിൻറ്റഡ് ടൈം. ജഡപ്രകാരം നീ ദൈവം മുൻകുറിച്ച സമയത്തിന് മുമ്പ് എടുത്തു ചാടി പ്രവർത്തിക്കുമോ? അപ്പം ദൈവത്തിൻ്റെ അപ്രൂവൽ ഈ ഭൂമിയിൽ കിട്ടുന്ന ഏതൊരു സെർവൻ്റ് ഓഫ് ഗോഡും, അതായത് ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഞാൻ നിൽക്കുന്ന സമയം വരെ ഏതെങ്കിലും വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞ സീല് വന്നിട്ടുണ്ടെങ്കിൽ ഈ മേഖലയെ ടെസ്റ്റ് ചെയ്യാതെ ഒരിക്കലും ദൈവം അപ്രൂവൽ കൊടുക്കത്തില്ല. നോ, നെവർ. Will you act out of your flesh before God's appointed time? നീ ജഡപ്രകാരം മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട് ദൈവം മുൻകുറിച്ച സമയത്തിന് മുമ്പ് പ്രവർത്തിക്കുമോ? ദിസ് ഈസ് എ ബിഗ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഗോഡ് ചെക്സ്. അപ്പം ജഡത്തിൻ്റെ പ്രേരണയാലോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താലോ വ്യക്തികളുടെ നിർദ്ദേശത്താലോ സ്വയം അഭിലാഷത്താലോ സ്വന്തം തീരുമാനത്താലോ നീ സ്വയം പ്രവർത്തിക്കുമോ ഇല്ലയോ? ഈ ഒരു കാര്യം ആവർത്തിച്ച് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ആയെങ്കിൽ മാത്രമേ ഒറിജിനലി ദൈവത്തിൻ്റെ ഒരു അപ്രൂവൽ കിട്ടത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരിക്കൽ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവിക ദൂതന്മാരുടെ കയ്യിൽ ഒറിജിനൽ സെർവൻസ് ഓഫ് ഗോഡിൻ്റെ ലിസ്റ്റുണ്ട്. അതോടൊപ്പം തന്നെ സാത്താൻ്റെ കയ്യിലും ആ ലിസ്റ്റുണ്ട്. സാത്താൻ്റെ ദൂതന്മാരുടെ കയ്യിലും ഒറിജിനൽ ദൈവം അപ്രൂവ് ചെയ്ത ദൈവദാസന്മാരുടെ പേരുകളുള്ള ഒരു സ്ക്രോളുണ്ട്. there's a book. ആ അപ്രൂവൽ കിട്ടണമെങ്കിലുണ്ടല്ലോ, യു മസ്റ്റ് ബി ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് ഇൻ ദ ഏരിയ ഓഫ് ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ്, ലസ്റ്റ് ഓഫ് ദ ഐസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. ഈ 3 മേഖലയിൽ ഒരു വ്യക്തി
ടെസ്റ്റ് ചെയ്യപ്പെട്ട് പ്രൂവ് ചെയ്യപ്പെട്ടാൽ മാത്രമേ സ്വർഗത്തിൻ്റെ ഒരു സീല് ആ വ്യക്തിയുടെ മേൽ വരത്തുള്ളൂ. ഒന്ന്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ജഡത്തിൻ്റെ ദുരാശകളെ ക്രൂസിഫൈ ചെയ്യണം. അതിന് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ലസ്റ്റ് എന്ന് പറയുമ്പം, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറയുമ്പം, സ്പിരിറ്റ് ഓഫ് ലസ്റ്റ് എന്നൊക്കെ പറയുന്നത് കിൻഡർ ഗാർഡൻ സംഭവങ്ങളാണ്. ഇപ്പം ലസ്റ്റിൻ്റെ ടെസ്റ്റിങ്ങിൽ തന്നെ വേരിയസ് ലെവലുകളുണ്ട്. there are different levels of testing in the lust of the flesh. ഒരു സഹോദരൻ്റെ ഒരുക്കവും ഒരു സഹോദരിയുടെ ഒരുക്കവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു സഹോദരനാണെങ്കിൽ നിങ്ങളെ സാത്താൻ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ലസ്റ്റ്. കാരണം മെൻ ആർ മോട്ടിവേറ്റഡ് ബൈ സെക്ഷൽ പാഷൻസ്. ഒരു പുരുഷൻ എപ്പോഴും ഒരു സെക്ഷൽ പാറ്റേണിലാണ്, അവൻ്റെ മേക്കിംഗ് അങ്ങനെയാണ്. എന്നാൽ സ്ത്രീകൾ എങ്ങനെയാണ്? ദേ ആർ മോട്ടിവേറ്റഡ് ബൈ ഇമോഷൻസ്. കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്തയെ നമ്മൾ ക്രൂസിഫൈ ചെയ്താൽ മാത്രമേ അപ്രൂവൽ ലഭിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ അപ്രൂവൽ ഇല്ലാതെ നമ്മൾ ശുശ്രൂഷ ചെയ്തുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് നോ പവർ. അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സാത്താൻ നമ്മളെ വീഴിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് ദൈവം അയക്കാത്ത സ്ഥലത്ത് ഏതെങ്കിലും ശുശ്രൂഷകൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാ സൗഖ്യവും വിടുതലും പ്രവചനങ്ങളും ചെയ്യുന്നത് ജസബലിൻ്റെ സ്പിരിറ്റാണ്. നിങ്ങൾ പ്രവചിക്കും, പക്ഷെ ജസബലാണ് ആ വിഷൻ നൽകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നടക്കും, ജസബലാണ് ആ സൗഖ്യത്തെ ചെയ്യുന്നത്. നീ കൈവെക്കുമ്പോൾ ആളുകൾ പുറകോട്ട് മറിഞ്ഞു വീഴും, ജസബലാണ് അത് ചെയ്യുന്നത്. ദിസ് ഈസ് എ ബിഗ് റെവലേഷൻ ഐ റിസീവ്ഡ് റീസെൻ്റ്ലി. ദൈവത്തിൻ്റെ വില്ലിനും പർപ്പസിനും പുറത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. So whatever is done outside of God's will and purpose is automatically under the control of Satan. അപ്പം ചില ആൾക്കാർ എന്താണെന്നറിയോ, അഭിഷേകം വന്നു കഴിയുമ്പോൾ, കൃപാവരങ്ങൾ വന്നു കഴിയുമ്പോൾ എന്താണ്, അത് മാർക്കറ്റ് ചെയ്യാൻ നോക്കി. ഇതാണ് കർത്താവ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നിൻ്റെ മേൽ വരുന്ന അഭിഷേകവും നിൻ്റെ മേൽ പകർത്തപ്പെടുന്ന കൃപാവരങ്ങളും പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ നീ മിസ്യൂസ് ചെയ്യുമോ? പലപ്പോഴും പല ആൾക്കാരും ഷുഗർ കോട്ടഡ് വചനങ്ങളിലൂടെ വ്യക്തികളെ വഞ്ചിച്ച് അവരുടെ മനസ്സിനെ നീ ക്യാപ്ചർ ചെയ്യുമോ? ഇതെല്ലാം യേശു കർത്താവ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഈ അഭിഷേകത്തെയും കൃപാവരങ്ങളെയും രോഗസൗഖ്യത്തേക്കും നോക്കി സ്വർഗത്തിലോട്ടാണ് നമ്മൾ കയറുന്നത് എന്നെങ്കിൽ വിഡ്ഢിത്തരം ചിന്തിക്കരുത്. വാട്ട് ഈസ് യുവർ ക്യാരക്ടർ? നിന്റെ ശുശ്രൂഷ കഴിഞ്ഞുള്ള പ്രൈവറ്റ് ലൈഫിൽ ഹൗ ആർ യു ഇൻട്രാക്ടിങ് വിത്ത് ജീസസ്? യേശുവിനുള്ള സ്നേഹത്തിൽ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് ഒബീഡിയൻസ് ആണ്. God always will test the motive of your heart when you minister somebody. അതായത് നമ്മൾ ഒരാളെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ മോട്ടീവ് എന്താണ് ആ വ്യക്തിയെ ശുശ്രൂഷിക്കുമ്പോൾ. ജീസസ് ഈസ് എ കോൺസ്റ്റൻറ്റ് ടെസ്റ്റർ. ഹി വിൽ നെവർ ഗിവ് യു പവർ വിത്തൗട്ട് ടെസ്റ്റിംഗ്. ആർക്കൊക്കെ ടെസ്റ്റിംഗ് ഇല്ലാതെ ശക്തി കിട്ടിയോ 100% സാത്താൻ്റെ ശക്തിയാണ്, ജസബലിൻ്റെ പവറാണ്. കർത്താവ് പറഞ്ഞ് എൻ്റെ പർപ്പസിലല്ലാതെ, എൻ്റെ വില്ലിലല്ലാതെ, ഔട്ട്സൈഡ് ഓഫ് മൈ വിൽ ആൻഡ് പർപ്പസ് എത്ര വലിയ പേരുള്ള ദൈവദാസൻ ശുശ്രൂഷ ചെയ്താലും അവനിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, മറിച്ച് ജസബലാണ് അത് ചെയ്യുന്നത്. ആ പ്ലേസ്, ആ ശുശ്രൂഷ ജസബലിൻ്റെ നിയന്ത്രണത്തിലായി മാറുകയാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം എന്ന് പറയുമ്പോൾ സൗഖ്യം ചെയ്യുന്ന ആരാണ്? ജസബലാണ് ചെയ്യുന്നത്. വിഷൻസ് അല്ല കൊടുക്കുന്ന ആരാണ്? ജസബലാണ് കൊടുക്കുന്നത്. ദിസ് ഇസ് എ ബിഗ് തിങ്. കർത്താവിൻ്റെ വില്ലിനനുസരിച്ച്, യേശുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച്, യേശുവിൻ്റെ ടാസ്ക് ലിസ്റ്റിനനുസരിച്ച് വേണം നമ്മുടെ ടാസ്ക് ലിസ്റ്റുകളാകാൻ. അല്ലെങ്കിൽ അത്ഭുതം അടയാളമൊക്കെ നടക്കും, പക്ഷേ എല്ലാം ചെയ്യുന്ന സാത്താനായിരിക്കും. ബിക്കോസ് ഹീ ഈസ് ദ ഡിസീവർ ഓഫ് ദ മാൻകൈൻഡ്. സാത്താൻ എല്ലാം ചെയ്യാൻ സാധിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ. അവന് രോഗസൗഖ്യം ചെയ്യാൻ സാധിക്കും, പ്രവചനങ്ങൾ ചെയ്യാൻ സാധിക്കും, സമ്പത്ത് തരാൻ സാധിക്കും, എല്ലാം ചെയ്യാൻ സാധിക്കും. ബട്ട് വി നീഡ് ഇറ്റ് ഫ്രം ജീസസ്. നിലനിൽക്കുന്ന എല്ലാ നന്മകളും സ്വർഗത്തിൽ നിന്ന്, പ്രകാശങ്ങളുടെ പിതാവിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയാണ് പലതും നമുക്ക് ലഭിക്കുന്നത്? ചിലത് പൂർണ്ണമായും കൃപയാലാണ് വരുന്നത്. ചില ബ്ലെസ്സിങ്ങുകൾ, അല്ല ചില അനുഗ്രഹങ്ങൾ 100% ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ഇറ്റ് കംസ്. പക്ഷെ മറ്റ് ചില അനുഗ്രഹങ്ങൾ അനുസരണത്തിൻ്റെ പ്രതിഫലമായിട്ടാണ് ലഭിക്കുന്നത്, ഒരു റിവാർഡായിട്ടാണ് ലഭിക്കുന്നത്. മറ്റ് ചിലത് വിജയം വരിക്കുമ്പോഴാണ് ലഭിക്കുന്നത്. മറ്റ് ചില അനുഗ്രഹങ്ങൾ പരീക്ഷകളെ ക്ഷമയോടെ സഹിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് ലഭിക്കുന്നത്. മറ്റ് ചിലത് നമ്മൾ അസൈൻമെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ലഭിക്കുന്നത്. സോ വെൻ യു വോക്ക് ഇൻ ദ പർപ്പസ്, നിങ്ങൾ പർപ്പസിൽ മൂവ് ചെയ്യുമ്പോൾ റിവൈവൽ ബ്രേക്സ് ഔട്ട് ഫ്രം യു. നിങ്ങളിൽ നിന്നാണ് ആ റിവൈവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പർപ്പസ്. അത് ദൈവത്തിൻ്റെ അടിസ്ഥാന നേച്ചറാണ് ശരിക്കും. അപ്പോൾ ഏതെങ്കിലും വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് അതിര് കവിഞ്ഞ അളവിൽ നിറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇറ്റ് ഈസ് ടു ഫുൾഫിൽ ദ പർപ്പസ്.
നിങ്ങളുടെ ജഡത്തിൻ്റെ ആശകളെ ഒന്ന് ക്രൂസിഫൈ ചെയ്തേ. Take up the cross, crucify the desires and passions of your flesh and practice obedience. Power will come. പവറിന് പുറകെ ഓടി നടക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ ക്രൂസിഫൈ ചെയ്യുക, കുരിശെടുക്കുക, അനുസരണം പരിശീലിക്കുക. ഓട്ടോമാറ്റിക്കലി പവർ വിൽ കം. ഗോ ത്രൂ ദ നാരോ ഗേറ്റ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അഭിഷേകവും കൃപാവരവും നിങ്ങളിൽ നിലനിൽക്കും. ഒരു സാത്താനും അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം സാത്താൻ്റെ പരീക്ഷണങ്ങളെ ജയിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ആ അഭിഷേകവും കൃപാവരങ്ങളും ലഭിച്ചത്. പിന്നെ എങ്ങനെയാണ് സാത്താൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്? നിലനിൽക്കുന്ന ഒരു അഭിഷേകവും നിലനിൽക്കുന്ന ഒരു കൃപാവരവും നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷയും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യാനുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ ക്രൂസിഫൈ ചെയ്യണം, കുരിശെടുക്കണം, അനുസരണം പരിശീലിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളിലൂടെ പവർ ഫ്ലോ ചെയ്യും. Because you have been prepared as a vessel for the power of God to move through you. അങ്ങനെ ലഭിക്കുന്ന ഒരു അധികാരത്തെയോ ശക്തിയെയോ കൃപാവരങ്ങളെയോ അഭിഷേകത്തെയോ ആർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല.